പാറൂസ് പാൻട്രിയിൽ ഇന്നൊരു കപ്പ് കേക്ക് റെസിപ്പിയാണ്. കപ്പ് കേക്കിന് പ്രത്യേകിച്ചൊരു റെസിപ്പിയൊന്നും വേണമെന്നില്ല. നോർമൽ കേക്കിൻ്റെ തന്നെ ബാറ്റർ വെച്ചിട്ട് നമുക്ക് കപ്പ് കേക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ കേക്കിൽ കുറച്ചൊരു അഡീഷണൽ ഫ്ലേവേഴ്സ് നമ്മൾ ചേർക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ബേക്കറിയിലൊക്കെ കിട്ടുന്ന കപ്പ് കേക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഇന്ന് ഈ കപ്പ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. വെൽക്കം ടു പാറൂസ് പാൻട്രി. കപ്പ് കേക്കിനായിട്ട് ഞാൻ 1.5 കപ്പ് സെൽഫ് റൈസിങ് ആട്ട ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സെൽഫ് റൈസിങ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനകത്ത് ബേക്കിംഗ് പൗഡറൊക്കെ ഓൾറെഡി ചേർത്താണ്. അപ്പോൾ നിങ്ങൾ മൈദയോ വീറ്റ് ഫ്ലോറോ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ 1.5 കപ്പിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മിക്സ് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് വേണം നമുക്ക് അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കോൺഫ്ലോറോ കോൺസ്റ്റാർച്ചോ ഏതെങ്കിലും ഉള്ളത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. മിൽക്ക് പൗഡർ ഒരു അഡീഷണൽ ടേസ്റ്റ് നൽകുന്നുണ്ടെങ്കിൽ ചേർക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പ് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കേക്കിന് വേണ്ടിയിട്ടൊരു ലിക്വിഡ് പ്രിപ്പയർ ചെയ്യണം. സാധാരണ നമ്മൾ ഡയറക്റ്റ് പാലൊക്കെ ആഡ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളിന്നിവിടെ ഒരു ഹോട്ട് മിൽക്കാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, മിൽക്ക് ചൂടാക്കിയിട്ട് നമ്മൾ ബട്ടറും നമ്മളുടെ അതായത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്യണം. ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ പിന്നെ കേക്ക് ബാറ്റർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അങ്ങ് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാലിനകത്തോട്ട് ഞാൻ ഒരു 50 ഗ്രാം ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പം നെയ്യ് എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മുടെ നാടൻ കപ്പ് കേക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഈ നെയ്യൊക്കെ ചേർക്കുമ്പോഴാണ്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുവരെ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്താൽ മാത്രം മതി. തിളപ്പിക്കുകയൊന്നും വേണ്ട, തിളപ്പിക്കരുത്. അപ്പം ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പം ഇതൊന്ന് ആദ്യം ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. അതായത് നമ്മുടെ ബട്ടറും നെയ്യും ഒക്കെ പാലിൽ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത്, മെൽറ്റായി കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ തൈരാണ്. അത് ഉടച്ചു വെച്ച് തൈര് ചേർക്കാൻ നോക്കുക. കാരണം നമുക്ക് ഇതിനകത്ത് അധികം നേരം ഇട്ട് ഇളക്കണ്ടല്ലോ. അപ്പം പാല് ചൂടായിരിക്കുകയാണ്. തൈരൂടെ ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം, നല്ല ചൂടായ പാലിനകത്തോട്ട് ചേർക്കേണ്ടത്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് തൈര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത്, അപ്പം ബാറ്റർ നമ്മുടെ ഈ മിൽക്ക് ചൂടാണ്. ചെറിയ ചൂടോടെ തന്നെയാണ് നമ്മൾ നമ്മുടെ ബാറ്ററിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ചൂടാറാനും തണുക്കാനും ഒന്നും വെക്കേണ്ട. ഇതിനെ അവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ട്രേ ഒന്ന് സെറ്റ് ചെയ്യാം. ട്രേ ഇപ്പം ഞാൻ ഇത്രയും 2 ട്രേ എടുത്തിട്ടുണ്ട്. കാരണം 1.5 കപ്പിൽ കുറച്ചേറെ ബാറ്റർ വരുമല്ലോ. ബാറ്ററിനനുസരിച്ചും പിന്നെ നമ്മൾ എടുക്കുന്ന മോൾഡ്, ഞാനിവിടെ ചെറിയൊരു കപ്പ് കേക്കിൻ്റെ മോൾഡാണ് എടുക്കുന്നത്. അപ്പം അതിനനുസരിച്ച് നമുക്ക് ബാക്കി എത്ര ട്രേ യൂസ് ചെയ്യാന്നുള്ളത് തീരുമാനിക്കും. ഇപ്പോൾ കുറച്ച് വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടങ്ങ് എടുക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 2-3 മോൾഡ് എടുത്തിരിക്കുന്നത്. ഈ പേപ്പർ ട്രേ ഇടുമ്പോഴത്തേക്കേ നിങ്ങളൊരു മിനിമം ഒരു 2 എണ്ണം ഇട്ട് കൊടുക്കാൻ നോക്കുക ഉണ്ടെങ്കിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പേപ്പർ ട്രേ എന്ന് പറയുന്നത് വളരെ തിന്നാണ്. അപ്പം നമ്മൾ ഈ ബാറ്റർ കുറച്ച് ഹെവിയാണ്. അതങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ഈ പേപ്പർ ട്രേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോണിച്ചൊക്കെ പോവും, അത് ഒരെണ്ണമാണെങ്കിൽ. അപ്പം അങ്ങനെ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാനും പിന്നെ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അടിയൊന്നും കറുത്ത് പോകാതിരിക്കാനുമാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ട്രേയൂടെ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. ഒരു സിലിക്കോൺ ട്രേ ആണ്. ഇതിൽ നമുക്ക് മോൾഡ് പേപ്പർ ട്രേ ഇടേണ്ട. കാരണം അഡീഷണൽ ബാറ്റർ ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സിലിക്കോണിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുക്കുന്ന വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ബീറ്റർ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കൈ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാം. പക്ഷേ അന്നേരം ഒരു 10 മിനിറ്റ്സ് മിനിമം നിങ്ങൾ ബീറ്റ് ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ഇത്ര പൊങ്ങി വരെയുള്ളൂ. അപ്പം നമുക്ക് ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കണം. അപ്പോൾ എഗ്ഗ് കുറച്ചൊന്ന് ബബിളായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തികച്ചെടുത്തിട്ടില്ല. അതായത് ഒരു 1/4 കപ്പിൽ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിച്ച പഞ്ചസാരയല്ല. കാരണം ഞാൻ ഇപ്പോൾ വാങ്ങിച്ച പഞ്ചസാരയ്ക്ക് അധികം തരിയില്ല. അപ്പോൾ ഞാൻ ആ ചെറിയ തരിയോടെ തന്നെ ചേർത്ത് ബീറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലോട്ടൊരു എയറൊക്കെ ഫോം ചെയ്യുന്നത്. ഒരുപാട് പൊടിക്കുന്നതിനെക്കാട്ടും തന്നെ ചെറിയ തരിയോടെ ചേർത്ത് കുറേശ്ശെയായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നതാണ് ശരിക്കുള്ള രീതി.
നിങ്ങളുടെ നല്ല തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ 1/4 കപ്പ് എന്ന് പറയുന്നത് ഒരു മീഡിയം മധുരമാണ്. ഇവിടെ ഒരുപാട് മധുരം വേണ്ടാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവിൽ ഷുഗർ എടുത്തോളൂ. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ കുറേശ്ശായിട്ട് ഇട്ടിട്ട് നല്ലതാക്കി ഫ്ലഫി ആക്കി എടുക്കണം. അപ്പോൾ ഇത് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതുപോലൊരു വൈറ്റായിട്ട് വരും, നല്ല ഫ്ലഫി ആയിട്ട് വൈറ്റായിട്ട് വരും. ഒരു ഡബിൾ സൈസിനെക്കാട്ടും കൂടുതൽ വരും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് റിബൺ ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മുട്ടയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ബാക്കി ഫ്ലേവേഴ്സിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്യണം. അപ്പം നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ വാനില എസൻസ് ആണ്. വാനില എസൻസ് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തു. കൂടെ ഇതിൻ്റെ അഡീഷണൽ ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു നുള്ള് പൈനാപ്പിൾ എസൻസ്, അതായത് ഒരു 2-3 ഡ്രോപ്പ് മതി പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ഓറഞ്ചിൻ്റെ സെസ്റ്റ്. ഇതിപ്പോൾ ഞാനിവിടെ ഫ്രഷ് ഓറഞ്ചിൻ്റെ സെസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അതൊരു 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ 3 ഫ്ലേവറിൻ്റെയും കൂടെ ടേസ്റ്റാണ് നമ്മളുടെ നാട്ടിലെ കപ്പ് കേക്കിന് കിട്ടുന്നത്. സാധാരണ അല്ലാതെ ഞങ്ങൾ ഇവിടെ പുറത്തൊക്കെ ആണെങ്കിൽ കിട്ടുന്നത് നോർമൽ വാനില കേക്കാണ്. അതിന് നോർമൽ വാനിലയുടെ ടേസ്റ്റേ ഉള്ളൂ. പക്ഷേ ഈ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തോട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹോട്ട് മിൽക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ബീറ്റർ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. ഞാൻ കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാണ്. അപ്പം ഒരുപാട് സ്പീഡിലിടണ്ട, ചെറുത് സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഒറ്റ ഇതിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിതൊന്ന് നമ്മളുടെ എഗ്ഗ് ബാറ്ററിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ സൈഡൊക്കെ ഞാനൊന്ന് വടിച്ചെടുത്തിട്ട് ഇതിപ്പോൾ നല്ലൊരു ലൂസായിട്ടുള്ള ബാറ്ററായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൗഡർ കുറേശ്ശെയായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാം. ഏത് വെച്ച് മിക്സ് ചെയ്താലും ഒരുപാട് മിക്സ് ചെയ്തെന്നാൽ ബാറ്റർ കുറേ അങ്ങ് കട്ട് ചെയ്യപ്പോൾ എന്ന് വെച്ചാൽ ഇതിനൊരു ലൈറ്റ് വെയ്റ്റ് ബാറ്ററാണിത്. അപ്പം നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഒരുപാട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് കുറച്ച് തിക്കായിപ്പോവും. അപ്പോൾ ഇതുപോലെ പെതുക്കെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് അങ്ങ് ലൂസും അല്ല, ഒരുപാട് അങ്ങ് തിക്കല്ല. ഒരുപാട് ലൂസായാലും നമുക്ക് മോൾഡിനകത്ത് ഒഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടണം. കണ്ടോ, ഒരു ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിബൺ കൺസിസ്റ്റൻസി കിട്ടണം. അപ്പോൾ ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തൊരു സ്പാച്ചിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളുടെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മോൾഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം. ഒരു തവി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ചേർത്ത് എടുത്താൽ കുറച്ചുകൂടി ഈസിയാണ്. കാരണം പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും പോവില്ല. ഇതുപോലെ ഒഴിക്കാണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ കണ്ടോ ആ മോൾഡ് താണു പോകണുണ്ടോ. അപ്പോൾ ഇതിപ്പോൾ കനമില്ലാത്ത പേപ്പറാണെങ്കിൽ അത് എവിടോട്ടാണ് ഒഴിക്കുന്നത് ആ വശത്തോട്ട് അങ്ങ് പോകും. അതുകൊണ്ടാണ് നമ്മൾ 2 എണ്ണം വെച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ഭാഗം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അത്രയാകുമ്പോഴത്തേക്ക് കുറച്ച് നല്ല കേക്ക് പൊങ്ങി വന്നോളും. അത് പേപ്പറിൻ്റെ മേളിൽ പൊങ്ങി വരും. അപ്പോൾ ഇപ്പം ഞാൻ ഫസ്റ്റ് ട്രേ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചെറിയ ട്രേയിൽ ഞാൻ കാണിച്ചു തരുന്ന തവി കൊണ്ട് ഇതുപോലൊരു തവി എടുത്തിട്ട് ഈ തവിയിൽ ഇങ്ങനെ കോരി ഒഴിക്കുന്നത്. അപ്പം ഒരു ഈക്വൽ എമൗണ്ട് എടുത്ത് ഒഴിക്കാൻ നോക്കണം. കാരണം നമ്മൾ ഒരെണ്ണം ഒഴിച്ച് ബാക്കി എടുത്ത് ഇങ്ങോട്ടൊക്കെ നീക്കുമ്പോൾ അടുത്തതിനകത്തോട്ട് നീക്കുമ്പോഴൊക്കെയാണ് അപ്പുറത്തൊക്കെ വീണ് അതൊക്കെ പിന്നെ ബേക്ക് ചെയ്യുമ്പോൾ ആ ഭാഗമൊക്കെ വെച്ചാൽ പുറത്ത് വീണതൊക്കെ കരിഞ്ഞു പോകും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതുപോലെ തവിയിലെടുത്തിട്ട് ഈസി ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ബാറ്റർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓവനിലേക്ക് മാറ്റാം. അപ്പോൾ അപ്പം എപ്പോഴും ബേക്ക് ചെയ്യുമ്പം അറിയാമല്ലോ, ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വേണം വെക്കാൻ. പ്രീഹീറ്റ് എന്ന് വെച്ചാൽ ഒരു 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു 170 ഡിഗ്രിയിൽ 25 മിനിറ്റ്സാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യേണ്ടത്. ഞാൻ ചെറിയ പേപ്പർ മോൾഡ് എടുത്ത കാരണം എനിക്ക് കുറച്ച് ബാറ്റർ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ അത് അധികം വന്ന ബാറ്റർ ഞാൻ ഈ സിലിക്കോൺ മോൾഡിലോട്ട് എടുക്കുകയാണ്. ഇതിൽ നമുക്ക് പേപ്പർ ട്രേ ഒന്നും വെക്കേണ്ട. കുറച്ച് ബട്ടർ, ഞാൻ ലൂപ്പാർക്കിൻ്റെ ബട്ടർ സ്പ്രേ ആണ് കാണിച്ചത്. അത് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇച്ചിരി ബട്ടർ കൈകൊണ്ട് എണ്ണയോ തൂത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇതിൽ നമുക്ക് പേപ്പറോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഇതിൽ ഈസി ആയിട്ട് ഇതിനകത്ത് ഇളകി വന്നോളും. അപ്പം ഈ സിലിക്കോൺ മോൾഡിലൂടെ ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ നമ്മളുടെ കൺവെക്ഷൻ ഒട്ടിജി ഓവനകത്തല്ല വെക്കുന്നത്. എനിക്ക് നമ്മുടെ കുക്കിംഗ് റേഞ്ചിൻ്റെ താഴെ ഒരു ഫയർ ബർണർ ഉണ്ട്, അതിനകത്താണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതായത് കണ്ടോ, ഏകദേശം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം, അതായത് 20 മിനിറ്റ്സ് ഒക്കെ ആയപ്പോൾ ഉള്ളൊരു ഇതാണ്. അതായത് ഇതിപ്പോൾ ഒരു 25 മിനിറ്റ്സ് ആയ കേക്കാണ്. കണ്ടോ, ബ്രൗൺ ആയി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് എടുക്കാറായിട്ടുണ്ട്. അപ്പം ഒരു 170 ഡിഗ്രിയിൽ 25 മിനിറ്റ്സാണ് നമ്മുടെ കേക്ക് ബേക്കായ ടൈം എന്ന് പറയണത്. അപ്പം നിങ്ങൾ 170, 160 ആ റേഞ്ച് നിങ്ങളുടെ ഓവൻ അനുസരിച്ച് വെക്കുക കേട്ടോ. അതായത് ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും എടുക്കാം ഓവനകത്തുനിന്ന്. ഇതാ കപ്പ് കേക്ക് രണ്ടും റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് കളറൊക്കെയാണ്. ഇപ്പോൾ ഇതിപ്പോൾ നല്ല ഹോട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. അതിൻ്റെ ആ ടെമ്പറേച്ചർ ഒന്ന് റെഡി ആവാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് പിന്നെ അതൊന്ന് എടുക്കാം. മൗളിനകത്തുനിന്ന് എടുത്തു മാറ്റാം. ഇത് കണ്ടോ, ഇത് ഞാൻ ഫയർ ഓവനകത്ത് വെച്ചതാട്ടോ. അതിൽ ഫയറാണ്, ഡയറക്റ്റ് ഫയറാണ് വരുന്നത്. അപ്പം ഇത് കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്, വളരെ സോഫ്റ്റാണ്. ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം ഞാനിതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതിപ്പോൾ ഈ താഴത്തെ ട്രേയിൽ താഴത്തെ പേപ്പർ മോളിൽ ഒന്നും പറ്റിയിട്ടില്ല, കളർ പോലും മാറിയിട്ടില്ല. മേളിലത്തെ മാത്രമേ കേക്കുമായിട്ട് സെറ്റായിട്ടുള്ളൂ. അപ്പോൾ താഴത്തെ ആ ട്രേ എന്ന് പറയണത്, ആ പേപ്പർ മോളിലെന്ന് പറയണത് നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. ഇത് ഓൾറെഡി ഞാനൊരു കേക്കിൽ യൂസ് ചെയ്ത ട്രേ ആണ് മോളിലാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, വളരെ സോഫ്റ്റാണ്, താഴെ ഒന്നും കരിഞ്ഞു പോയിട്ടില്ല. മേളിലൊക്കെ ആണെങ്കിൽ കറക്റ്റ് കളറും ഒക്കെ വന്നിട്ടുണ്ട്, വളരെ സോഫ്റ്റാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തണുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ റെഡി ആവില്ല. ഇതിപ്പം മറ്റേ ഫയർ ഓവനകത്ത് വെച്ചാണ്. ഇത് കണ്ടത് ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ ബട്ടറൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള കാരണം പാച്ച്മെൻറ്റ് പേപ്പർ വെക്കാത്ത ട്രെയിൽ നന്നായിട്ട് തണുത്ത ശേഷം മാത്രം നിങ്ങൾ റിമൂവ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ചിലപ്പം ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ വരാണ്ട് വരും. അതായത് ഇപ്പോൾ തണുത്തതാണ്, ഞാൻ ഇളക്കി കാണിക്കാം. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇൻസൈഡൊക്കെ നല്ല കളറും ഒക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഒരെണ്ണം ഇളക്കി കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം ഇത് റിമൂവ് ചെയ്യാവും, ഇല്ലെങ്കിൽ കേക്ക് കൂടൊക്കെ ആ പേപ്പറിൻ്റെ കൂടിഞ്ഞ് വരും. ഇതിപ്പോൾ നല്ല തണുത്തിട്ടുണ്ട്, കണ്ടോ, വളരെ സോഫ്റ്റാണ്. ഇങ്ങനെ പതുക്കെ എടുത്തിട്ട് നമുക്ക് താഴെയൊക്കെ ആണെങ്കിലും കണ്ടോ കറക്റ്റ് കളറാണ്, കണ്ടോ. അപ്പം വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്, നല്ലൊരു ടേസ്റ്റാണ്, നല്ല ഇഷ്ടപ്പെടും. നമ്മുടെ നാട്ടിലെ അതേ ബേക്കറിലെ അതേ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കപ്പ് കേക്കാണ്. നമുക്കിത് ഉണ്ടാക്കി വെച്ചിരുന്നാൽ ഒരു 2 ആഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ ഒരു കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ നാടൻ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ രീതിയിൽ ചെയ്യാൻ പറ്റും, എന്നാലും ഈ ഹോട്ട് മിൽക്ക് രീതി നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നെയ്യൊക്കെ ചേർക്കുന്നതല്ലേ. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി പാലിൽ മെൽറ്റായി എടുക്കുന്നതാണ് അത് നല്ലത്. ഡയറക്റ്റ് ഇങ്ങനെ കേക്കിൽ ചേർക്കുന്നതിനെക്കാട്ടും എന്ന് വെച്ചാൽ ബാറ്ററിനകത്ത് ഡയറക്റ്റ് ചേർത്ത് മിക്സ് ചെയ്യുന്നതിനെക്കാട്ടും. അപ്പം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.